കേട്ടാൽ തന്നെ കൊതി വരുന്ന പുതിയ ഐറ്റമായിട്ടുള്ള ചിക്കൻ തോരനാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു പക്ക നാടൻ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ചിക്കൻ കൊണ്ട് ഒരേ രീതിയിലുള്ള കറികളും ഫ്രൈയും ഉണ്ടാക്കി മടുത്തോ? എങ്കിൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പറായ ഒരു കിടിലൻ ചിക്കൻ തോരൻ ഉണ്ടാക്കാം. തേങ്ങയും മസാലകളും ചേർന്ന് തയ്യാറാക്കുന്ന ഈ റെസിപ്പി ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് വേവിക്കാനായിട്ട് ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ തോരൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ടിപ്സുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിക്കൻ തോരന് കൂടുതൽ രുചിയും നല്ല ടെക്സ്ചറും ലഭിക്കാനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ തന്നെ ഉപയോഗിക്കുക. തോരനിൽ നന്നായിട്ട് മസാലകൾ പിടിക്കുന്നതിനായിട്ട് ചിക്കൻ ആദ്യം തന്നെ വേവിച്ചിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. തോരന് ഫ്രഷ് ടേസ്റ്റ് ലഭിക്കുന്നതിനായിട്ട് തേങ്ങ കുറച്ച് മാത്രം വറുത്ത് ചേർക്കുക. അവസാനം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണവും രുചിയും കിട്ടാനായിട്ട് സഹായകമാകും. സവാള ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഇതിനായിട്ട് 2 സവാളയും 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിച്ച ചേരുവകളുടെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കറിവേപ്പില വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേരള സ്റ്റൈൽ ഫ്ലേവർ ഇരട്ടിയാകാൻ സഹായിക്കും. രുചി കൂടുതൽ ബാലൻസ് ആകാനായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് അവസാനം ചേർത്ത് കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന ടൈമിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ തോരന് കൂടുതൽ സ്വാദും മണവും ലഭിക്കും. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നതിനായിട്ട് നന്നായിട്ട് തന്നെ ഇത് യോജിപ്പിച്ചെടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവസാനം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3-4 മിനിറ്റ് ഇളക്കി വറുത്തെടുക്കുക. 3-4 മിനിറ്റ് ഇളക്കി വറുത്തെടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുക. ചൂട് ചോറിനും ചപ്പാത്തിക്കും കപ്പയ്ക്കും ഒപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി അടിച്ചേക്കണേ. തോരൻ തയ്യാറാക്കാനായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം വേവിക്കാതിരിക്കുക. അധികം വേവിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. തോരൻ തയ്യാറായി കഴിഞ്ഞാൽ അവസാനം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കാതെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ക്രിസ്പി ടെക്സ്ചറിൽ ലഭിക്കും. ഇതാണ് ചിക്കൻ തോരൻ്റെ രുചി കൂട്ടുന്ന രഹസ്യം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു വറ്റ് പോലും ബാക്കി വരില്ല. ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു തോരൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു കുപ്പിയിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ നല്ലതാണ്. ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. ഇന്നത്തെ കുഞ്ഞു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.